കലോത്സവ നഗരിയിൽ അവിടെ ആവേശം അങ്ങനെ കുട്ടിക്കേറുകയാണ്. ഇന്ന് കലാശമാണ്, ഇന്ന് കൊടിയിറക്കമാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് മത്സരം ഇപ്പോഴും ജില്ലകൾ തമ്മിലുണ്ട്. കോഴിക്കോട് ഒന്നാമത് നിൽക്കുന്നെങ്കിലും തൊട്ട് പിന്നാലെയുണ്ട് കണ്ണൂരും. അവസാന ഘട്ടങ്ങളിലെ മത്സരങ്ങളുടെ ഫലം അത് ആരാകും ജില്ലകളിൽ ചാമ്പ്യന്മാരെന്നതിൽ നിർണായകമാകും എന്നതാണ് ഇപ്പോഴും പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് TTSലൂടെ ഒരു സംഘം നമ്മളോടൊപ്പം കൊല്ലത്ത് നിന്ന് നേരെ കാക്കനാട് 24ന്റെ സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ്. പട്ടം സെന്റ് മേരീസ് ടീമാണ്. തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നിന്നുള്ള കഥാപ്രസംഗ ടീമാണ്. സ്വാഗതം 24ന്റെ ഫ്ലോറിലേക്ക്. പട്ടം സെന്റ് മേരീസിന്റെ ടീമാണ്. നിങ്ങൾ ഹൈസ്കൂളിലാണോ ഹയർ സെക്കൻഡറിയിലാണോ പങ്കെടുത്തത്? ഞങ്ങൾ ഹൈസ്കൂൾ കഥാപ്രസംഗം. നിങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയാമോ? ആരൊക്കെയാണ് വാദ്യങ്ങളിൽ? എൻ്റെ പേര് ഗൗരി ശ്രീകാന്ത്, ഹാർമോണിയം വായിക്കുന്നത് നിരഞ്ജൻ, തബല വിഘ്നേഷ്, പിന്നെ സിംബല് പ്രണവ്, പിന്നെ ജിപ്സി വായിക്കുന്നത് അഭിശ്വ ടോമി. ഓക്കെ, ഇത്തവണ സാംബശിവന്റെ നാട്ടിൽ വലിയ മികവുള്ള കഥാപ്രസംഗങ്ങളായിരുന്നു അവതരിപ്പിച്ചതെന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫീഡ്ബാക്ക് ആണോ കിട്ടിയത്? എല്ലാവരും പറഞ്ഞു, കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എ ഗ്രേഡ് കിട്ടും എന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഫലം വെയിറ്റ് ചെയ്യാണോ? റിസൾട്ട് വന്നിട്ടില്ല അല്ലേ? റിസൾട്ട് വന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുക. ശരി, അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോകാമല്ലോ. എന്താണ് കഥ എന്ന് പറയാൻ പോകുന്നത്? കണ്ണകി. ശരി, അപ്പൊ പ്രകടനം അവതരണം നമുക്ക് കാണാം. ഒരക്ഷരം മിണ്ടാനോ ഒന്നുറക്ക കരയാനോ കഴിയുന്നതിന് മുൻപ് കോവലന്റെ തല തെറിച്ചു വീണു. ചുടു രക്തം ചീറ്റയൊഴുകി. ഈ വാർത്ത കേട്ട് നടുങ്ങിയ കണ്ണകി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ തീ പാർന്ന കണ്ണുകളോടെ കൊട്ടാരത്തിലേക്കോടി. പ്രിയതമന്റെ ചുടു ചോര കൊണ്ട് തൊടുകുറി ചാർത്തി. സിംഹാസനത്തിന് മന്നനെ തുറച്ചു നോക്കിക്കൊണ്ട് അലറി. അധികാരമസ്തനായലറുന്ന മന്നവ അപരാധിയോ എന്റെ കാന്തൻ, തലവെട്ടി നീ പെയ്ത രുധിരമേ സാക്ഷി, അറിയാത്ത പൊരുളറിഞ്ഞോളൂ, അറിയാത്ത പൊരുളറിഞ്ഞോളൂ. എന്ത് ധിക്കാരം പുലമ്പുന്നു? നമ്മുടെ പ്രേതമ്മയുടെ ചിലമ്പ് കെട്ട നിന്റെ ഭർത്താവ് അപരാധിയല്ലെന്നോ? ഹേ മന്നവ, നേരെയാത്ത നിങ്ങൾക്ക് നേരെ ഞാൻ കാട്ടിത്തരാം. നോക്കൂ, നിങ്ങൾ പിടിച്ചു വാങ്ങിയ ചിലമ്പിന്റെ ജോഡിയാണിത്. പറയൂ, തമ്പുരട്ടയുടെ ചിലമ്പിനകത്ത് മുത്ത് ഒരക്ണമോ? മുത്ത്, മുന്നാഴി മുത്ത് തീർത്ത ചിലമ്പാണത്. എങ്കിൽ കണ്ടുകൊള്ളൂ, ഈ ചിലമ്പിനകത്ത് രത്നങ്ങളാണ്, അമൂല്യ രത്നങ്ങൾ. അവൾ ആ ചിലമ്പ് സഭാമണ്ഡപത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പ് പൊട്ടി, രത്നങ്ങൾ ചിന്നിച്ചിതറി. തമ്പുരാൻ നടുങ്ങി, കാണികൾ കിടിലം കൊണ്ടു. ഒരു നിമിഷം പ്രതികാര ദുർഗയായി മാറിയ കണ്ണകി ഭീകരമായ അർച്ചയോടെ തന്റെ വലതു മുല പറിച്ചെറിഞ്ഞുകൊണ്ട് അലറി. ഹേ ധർമ്മം പിഴച്ച മന്നവ, നീയും നിന്റെ സർവസ്വവും വെന്ത് ചാമ്പലാകട്ടെ. കണ്ണകി തളർന്നു വീണു. കൊടുങ്കാറ്റുണർന്നു. കാറ്റിലുടനീളം അഗ്നിജ്വാലകൾ പടർന്നു. പാണ്ഡ്യമനനും കൊട്ടാരവും മധുരാപുരിയും വെന്ത് ചാമ്പലായി. ഏതായാലും ഇതൊരു വലിയ ടൈമിങ്ങിന്റെ കലയാണ്. കാരണം ഈ ഹാർമോണിയവും തബലയും ഒക്കെ നമ്മുടെ വാചകങ്ങൾക്കനുസരിച്ച്, നമ്മുടെ വാക്കിനും കഥ പറച്ചിനനുസരിച്ച് അവരുടെ ഒരു അകമ്പടി വേണം. അതിനനുസരിച്ച് ഡയലോഗ് പറയാൻ വേണം അല്ലേ? ഏതായാലും അഭിനന്ദനങ്ങൾ. ഇനിയും അടുത്ത വർഷങ്ങളിലൊക്കെയും സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിലായാലും ഒക്കെ കഥാപ്രസംഗ വേദികളിൽ നിറയട്ടെ. നിങ്ങളുടെ കഥകൾ ഇനിയും പ്രേക്ഷകരിലേക്കും കാണികളിലേക്കും എത്തട്ടെ. അഭിനന്ദനങ്ങൾ. പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം. അവിടുത്തെ കലാകാരന്മാരാണ് കഥ പറഞ്ഞെത്തിയത്. TTS സാങ്കേതിക വിദ്യയിലാണ് അവർ കൊല്ലത്ത് നിന്ന് 24ന്റെ കാക്കനാട് ഫ്ലോറിലേക്ക് എത്തിയത്.